ഇത് ചെയ്യാനൊന്നും എനിക്ക് അവസ്ഥയെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഹലോ ഗൈസ്, അപ്പോൾ ചിലപ്പോൾ വിഷ്വലൊക്കെ വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല. കാരണം നമ്മൾ നൈറ്റ് ഏകദേശം ഒരു 9:51 10 മണിയാണ് നമ്മൾ ഈ വ്ളോഗ് ചെയ്യുമ്പം. ഈ വ്ളോഗ് നമ്മൾ ആട് 3ന്റെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. കുറേ വിഷ്വൽസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ ഏതായാലും ഇത് വെച്ച് തുടങ്ങാം. ഓക്കെ, നമ്മൾ സിനിമ കണ്ടിറങ്ങി. എങ്ങനെയുണ്ടെന്ന് ഞാൻ മാത്രമായിട്ട് പറയുന്നില്ല. നമ്മളെ ഈ കാറിൽ 4 പേരുണ്ട്. ഞാനുണ്ട്, അപ്പച്ചേനുണ്ട്, ചേട്ടനുണ്ട്, കിട്ടൂസും ഉണ്ട്. അപ്പം 4 പേരുടെയും ഒപ്പീനിയൻ പറയാം. ഞാൻ ഈ സിനിമയ്ക്ക് എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 10-ൽ ഒരു 7.5 8 കൊടുക്കാം. അപ്പച്ചേട്ടൻ എത്ര കൊടുക്കാൻ പറ്റും? 6. ചേട്ടനോ? കിട്ടൂസേ? അതായത് സിനിമ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സംഭവം ലാഗ് ആണെന്ന് വെച്ചാ ഫസ്റ്റ് ഹാഫ് അല്ല. ഇപ്പൊ ലെറ്റ്സ് ഒരു 2.25 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിലൊരു 2 മണിക്കൂറും ലാഗായിരുന്നു പറഞ്ഞാൽ ഒന്നുമില്ല. ചുമ്മാ കുറെ സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ച് സിനിമ ഓടിക്കുന്ന കണക്കായിരുന്നു. അതിനുശേഷം ഒരു 45 മിനിറ്റ് ആയിരുന്നു മറ്റേ കോറിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് തമാശയും അല്ലെങ്കിൽ കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള സാധനമൊക്കെ കാണിച്ചു തുടങ്ങിയത്. കാരണം അപ്പോഴത്തേക്കല്ലേ ആ മറ്റേ ലാസ്റ്റ് ആ പാലമൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ ആ ഒരു ഇതിലേക്ക് വന്നത്. ആ സിനിമയുടെ റെഫറൻസ് ഉപയോഗിച്ച്, അതായത് ആ സിനിമയുടെ ടൈം ലൈൻ നിർത്തിയത് 2017-ലല്ലേ. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള അതേ കോമഡിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് അത് കുറെ പേർക്ക് വർക്ക് ആവത്തില്ല. പിന്നെ തിയേറ്ററിൽ നിന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഫാമിലിക്ക് വന്നാൽ ഇഷ്ടപ്പെടും. കാരണം ആ ഒരു ജോൺറയിലുള്ള ആ ലെവൽ ഓഫ് കോമഡിയാണ്. അപ്പൊ ഡബിൾ മീനിങ് കോമഡീസ് ഒന്നും ഇല്ല. അത് നല്ലൊരു കാര്യമാണ്. അത് ഇപ്പൊ സിനിമകളിൽ കാണാത്തൊരു സാധനമാണ്. അത് ഡബിൾ മീനിങ് കോമഡീസ് ഒക്കെ ഭയങ്കര കുറവില്ല. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ചില കൊണ്ടുവന്നിരിക്കുന്ന തമാശയൊക്കെ വെറുതെയാണ്. ചില റെഫറൻസുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര റെഫറൻസുകൾ വേണ്ടായിരുന്നു. റെഫറൻസുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന ചില തമാശകളൊന്നും അധികം അങ്ങോട്ട് വർക്കായില്ല. എന്തോ അവര് വലിയ കാര്യത്തിൽ കൊണ്ടുവന്നു, പക്ഷെ അത് അങ്ങോട്ട് ഏറ്റില്ല. അങ്ങനത്തെ രീതിയിലുള്ള ചില തമാശകളുണ്ട്. പിന്നീട് മറ്റേ പലരും ഈ സിനിമ കാണുന്നതിന് മുമ്പേ പറഞ്ഞ് പുരാണ കാലത്തിലുള്ള എന്തൊക്കെ ബന്ധിപ്പിച്ചാണ് ഈ സിനിമ എടുക്കുന്നത്. അങ്ങനെ നമുക്ക് സത്യത്തിൽ പറയാൻ പറ്റുമോ? അതായത് അവര് പുറകിലേക്ക് പോകുന്നു. അവര് എന്തുകൊണ്ട് ഈ ഫൈറ്റ് തുടങ്ങിയത് ടൈം ട്രാവൽ അല്ല, ടൈം കൊളൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2 ടൈം ലൈനിലുള്ള സാധനം കൂടെ ഒരു ടൈം ലൈനിൽ വന്നിട്ട് എന്താ പറയുക ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. കാരണം ടൈം ട്രാവൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം അവര് കഴിഞ്ഞ ജന്മത്തിലും ശത്രുക്കളായിരുന്നു, മനസ്സിലായില്ലേ? അവരെന്തിനു വേണ്ടിയോ പോരാടിക്കൊണ്ടിരുന്നു. പക്ഷെ അതിന്റെ റീസൺ അവരൊക്കെ അറിയത്തില്ല. ഇപ്പം ഈ ജന്മത്തിൽ അവര് പോരാടുന്നു എന്തിനോ വേണ്ടി, മനസ്സിലായില്ലേ? അതായത് രണ്ടിലും സെയിം സാധനത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. പക്ഷെ സൈഡ് ലൈൻ ക്യാരക്ടേഴ്സിന് അറിയാം എന്താണ് അവർക്ക് വേണ്ടുന്ന സാധനം. പക്ഷെ മെയിൻ ക്യാരക്ടേഴ്സിന് അറിയത്തില്ല അവരെന്തിലാണ് പെട്ടേക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തിനാണ് തമ്മിൽ അടിയുണ്ടാക്കുന്നത്. അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. ബട്ട് സൈഡ് ലൈൻ ക്യാരക്ടേഴ്സ് ആയിട്ട് മറ്റേ ഫോറിനർ കസാൻഡ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പൊ അങ്ങനെ ആ റൗണ്ട് അപ്പ് ചെയ്തേക്കുന്ന ബാക്കി ക്യാരക്ടേഴ്സിന് അറിയാം എന്താണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സാധനത്തിന് വേണ്ടിയാണ് അവർ വന്നേക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. ബട്ട് പ്രൊട്ടാഗണിസ്റ്റ് ആന്റഗണിസ്റ്റ് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള 2 ക്യാരക്ടേഴ്സിന് അവർക്ക് കറക്റ്റ് അറിയത്തില്ല. ഒരു ലൂപ്പാണ്. ഇവര് ഈ സാധനത്തിൽ ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് കഴിഞ്ഞ ജന്മത്തിലും ഒരു സാധനത്തിലേക്ക് ഫോക്കസായി, ഈ ജന്മത്തിലും ഒരു സാധനത്തിലേക്ക് ഫോക്കസായി, അങ്ങനെ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആട് 1-ലെയും 2-ലെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് ഈ സിനിമയിൽ. പക്ഷേ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, കസാൻഡ്ര എന്ന് പറയുന്നത്. കസാൻഡ്ര ആ ക്യാരക്ടർ ഒരു രക്ഷയില്ല. അതായത് എനിക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ഇംപ്രസ്ഡ് ആയി. അതായത് എന്താ പറയാ, അതായത് ഒരു ഹോളിവുഡ് ടച്ച്, അങ്ങനെയല്ല, ഒരു ഹോളിവുഡ് ടച്ച് അവർ കൊണ്ടുവരാൻ എന്താ പറയാ, ഇതിനെ ഒരു കാറ് വന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ആരും ഓവറല്ല. ഞാൻ പറഞ്ഞ ഈ കോമഡി സ്റ്റാർസ് താരങ്ങൾ ഒരുപാടുണ്ട്. അവന്മാരാ നോബി, അവന്മാര് നെൽസൺ, ആ ടീമുകളെല്ലാം ഉണ്ട്. പക്ഷെ അവന്മാരെ പ്ലേസ് ചെയ്തേക്കുന്നതെല്ലാം കറക്റ്റ് ആണ്. അവന്മാരെ ഓവർ ആക്കിയിട്ടില്ല ആരും അത്ര ഓവറൊന്നുമല്ല. പിന്നെ മറ്റേ ഫുക്രു കഴിഞ്ഞ മറ്റേ രാജൻ വിധ പുള്ളിക്കാരന്റെ മോനോ അവന്റെ മോൻ ഉണ്ടായിരുന്നോണ്ട് അതില്ലാത്തോണ്ട് അതിന്റെ കുറവ് നികത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത്. രാജൻ വിധേന്റെ മറ്റേതാണ്. പക്ഷെ അങ്ങനെ പേരെന്തായിരുന്നു? ആ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഉണ്ടായിരുന്നു. അവന്റെ അനിയനായിട്ട് കൊണ്ടുവന്നു.
ആ ഒരു ക്യാരക്ടറിന്റെ വിടവ് നികത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നുള്ളൂ. അല്ലാതെ ഫുക്രുവിലേക്ക് അങ്ങനെ വലിയ റോളായിട്ടൊന്നും ഇല്ല. പക്ഷേ എടാ എനിക്കിപ്പോ തോന്നിയതേ ആ അവസാനത്തെ ഒരു സീൻ ഉണ്ടല്ലോ, മറ്റേ അവന്മാര് ഒരു ആറിന്റെ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്ന, അതായത് ബ്രിഡ്ജിന്റെ അല്ലല്ല ഈ ഇവന്മാര് വന്ന് വീണിട്ട് മറ്റേ ബോംബ് നീന്തി കയറുമല്ലോ, ആ സമയത്ത് ഡ്രസ്സിംഗ് സ്റ്റൈല് നോക്കിയ ഈ ഫുക്രു ഓടുവണ്ണ ഔട്ടായിട്ട് നിൽക്കും. അതായത് എനിക്ക് തോന്നിയത് മറ്റേ ഡ്രാഗന്റെ ടീമിനെ പോലെ ഡ്രസ് ചെയ്തേക്കുന്നവരാണ് ഈ ഫുക്രുവും. ഷോർട്സും ഇട്ട് ഒരു ഹുഡിയൊക്കെ ഇട്ട് അത് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നുന്നു. അതായത് ജെൻസി കാലഘട്ടം അങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്യുന്ന സാധനമാണ്. ജെൻസിയാണ്, ജെൻസിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിന്റെ അകത്ത് അവനെ തന്നെ ജെൻസി എന്തെന്നോ പറയുന്നുണ്ടല്ലോ. ലൈക്ക് അവനെ എടാ അവരെ സമപ്രായക്കാരനല്ലല്ലോ, അപ്പലേക്ക് അവനെ അങ്ങനെയല്ലേ ഡ്രസ് ചെയ്ത് വിളിക്കുന്നത്. ഡ്രസ് അങ്ങനെ ജെൻസി ആർക്കും പേരുണ്ടല്ലേ ജെൻസി, അത് മറ്റേ പെണ്ണിന് മറ്റേ ആ സബ് രജിസ്ട്രാർ ഓഫീസിലെ ആ പെണ്ണിന്റെ പേര് ജെൻസി, അവളാണ് ജെൻസി. സിനിമ ഒരു ഭയങ്കര കിടിലോന്ന് പറയത്തില്ല. ഞാൻ അതാ തുടക്കത്തിലെ റേറ്റിംഗ് പറഞ്ഞത് ഒരു ആവറേജ് എന്നും പറയാൻ പറ്റത്തില്ല, എബോവ് ആവറേജ് എന്നും പറയാൻ പറ്റത്തില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കും. ചിലർക്കത് എബോവ് ആവറേജ് ആയിട്ട് തോന്നാം. കൊച്ചു പിള്ളേരെ കൊണ്ടുവന്ന എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലിക്ക് കാണാൻ പറ്റൂടാ, ഫാമിലിക്ക് കാണാൻ പറ്റുന്ന പടം തന്നെ. വേറെ വൃത്തിയുടെ പരിപാടികൾ, ഒരു ഐറ്റം ഡാൻസ് ഉണ്ട്, പക്ഷെ അതത്രയ്ക്കൊന്നുമില്ല. ലൂസിഫർ ആ ഒരു ലെവലിൽ മറ്റേ മധുരാജല സോങ്, മധുരാജല സണ്ണി ലിയോണെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ലൈക്ക് എന്തോ വലിയത് പ്രൈസ് ചുമ്മാ ജസ്റ്റ് ഡാൻസ് അത്രേ ഉള്ളൂ. എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ലൈക്ക് സെക്കൻഡ് ഇൻട്രോ വേണം. കാരണം ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സർബത് ഷമീറിന്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷന്റെ റേറ്റിംഗ് കൊടുക്കുക. കാരണം ഡ്യൂഡിന്റെ കൊണ്ടുവന്ന് പക്ഷെ ലൈക്ക് എന്തോ ലൈക്ക് ആ ഒരു മറ്റതിലൊക്കെ കാണിച്ചാണെങ്കിൽ ആ ഒരു ഇറച്ച സാധനം കിട്ടിയില്ല. ലൈക്ക് ഓഫ് കോഴ്സ് ലൈക്ക് ആ ഹെലികോപ്റ്ററിൽ വന്ന സാധനമൊക്കെ കൊള്ളായിരുന്നു, ബട്ട് ലൈക്ക് എന്തോ ഒരു ഇറച്ച സാധനം കിട്ടില്ല. അല്ലാതെ റേറ്റിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഷാജി പാപ്പന്റെ ഇൻട്രോ ഒക്കെ ബാക്കി മറ്റേ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ലോ സാച്ചുറേറ്റഡ് ആണ്. ഇത് ഇവന്റെ ഉള്ളായിരുന്നടാ ഷമീറിന്റെ നല്ല ഇൻട്രോ. ഷമീറിന്റെ നല്ല ഇൻട്രോ ഫസ്റ്റ് ഒരു കോപ്പി സാധനമാണ്, മറ്റേ ഓടി വരുന്നത് നെഞ്ചത്തടിക്കുന്നത്, അതാ ബീജിയം കൊള്ളായിരുന്നു. അത് ഫസ്റ്റ് കൊടുത്തിട്ട് മറ്റേ അബുവിന്റെ ഇതിന് സെക്കൻഡും കൊടുക്കാൻ പറ്റും. പിന്നെ ഡൂഡിന്റെയും കൊടുത്തു കഴിഞ്ഞിട്ട് ഷാജി പാപ്പന് ഡൂഡിന്റെ കൊടുത്തു കഴിഞ്ഞിട്ട് ഷാജി പാപ്പന് കൊടുക്കാൻ പറ്റും. കാരണം ഒരു എന്തോ ഒരു ലൈക്ക് എലമെന്റ് മിസ്സിംഗ് ആയിട്ട് തോന്നി. അറ്റ്ലീസ്റ്റ് ഇപ്പൊ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മറ്റേ പോലീസ് ജീപ്പിൽ പിടിച്ചിട്ട് മറ്റേ ഫയർ വർക്ക്സ് എല്ലാം കൂടെ ഒന്ന് പൊട്ടൂലേ, അതിന്റെ ഇടയ്ക്ക് കൂടെ വന്നിരുന്നെങ്കിൽ മറ്റേ സെക്കൻഡിലെ മറ്റേ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടുമ്പോൾ വരുമല്ല, ആ ഒരു എഫക്ട് എങ്ങനെ കിട്ടിയിട്ട്. ഇത് വെറുതെ ചുമ്മാ ബുള്ളറ്റ് ഓടിച്ചു വരുന്ന കണക്ക് മറ്റേ അബുവിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷന്റെ അത്ര എഫക്ട് പോലും കിട്ടിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ ആ ഹോളിവുഡ് ടച്ച് ആയിട്ട് വന്നിട്ടുണ്ടോ സിനിമയിൽ? എടാ വലിയ ബിഗ് ബഡ്ജറ്റ് പടമൊന്നും അല്ലല്ലോ, അപ്പോഴേക്ക് അതിനനുസരിച്ചുള്ള ലെവലിന്റെ അകത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ലൈക്ക് VFXന്റെ ടീമായാലും അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വിത്തിൻ ദ ബഡ്ജറ്റ് റേഞ്ച് അവർ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആട് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പടമാണ്. 2 പ്രൊഡ്യൂസേഴ്സാണ്. വിജയ് ബാബുവിന് പറ്റൂലെന്ന് പറഞ്ഞിട്ടാണ് മറ്റേ പുള്ളിക്കാരനും കൂടെ വന്നത്, കാവ്യ ഫിലിംസ്. പാട്ടുകൾ അധികം ഇല്ല, ഓൾറെഡി ആ BGM എല്ലാം വെച്ച് അവരിത് ചെയ്തിട്ടുണ്ട്. പക്ഷെ പാട്ട് ഒന്ന്, പിന്നെ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുറച്ച് ഇംഗ്ലീഷ് പാട്ടുകളേ ഉള്ളു, അല്ലാതെ വേറൊന്നും ഇല്ല. അത് അനോയിങ് ആയിട്ട് തോന്നിയല്ല സംഭവം. മറ്റേ ലൂസിഫറിൽ മറ്റേ മരം വീണാലും ചരിഞ്ഞു നിന്നാലും കുഴിഞ്ഞു നിന്നാലും പാലം പൊളിഞ്ഞാലും പള്ളി പൊളിഞ്ഞാലും എല്ലാം മറ്റേ എല്ല് കാണിച്ചോണ്ട് വെക്കുന്നതാണ് സ്ലോ മോഷൻ. അത് കണക്ക് ഇതിന്റെ അകത്ത് എപ്പോഴും ക്യാരക്ടേഴ്സിന്റെ BGM വേണ്ടായിരുന്നു. അത് എപ്പോഴും തോന്നി. കാരണം മിക്കപ്പോഴും തൊട്ടേനും പിടിച്ചതിനും അത്രയും നമ്മൾ ആ ഓരോ ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോഴത്തേക്ക് അവരെ BGM ചുമ്മാ കാണിക്കുന്നതാണ് കാണിപ്പോയി. അപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ആദ്യം കിട്ടിയ സർബത് ഷമീറിന്റെ BGMത്തിന്റെ ഒരു ഹൈപ്പ് ഒന്നും അത് ഭയങ്കര കുറഞ്ഞെടുത്തു. പക്ഷെ എപ്പോഴെപ്പോഴും കാണിക്കാതെ ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണിച്ചാൽ അത് കൊള്ളായിരുന്നു. നമ്മള് രാത്രി ഏകദേശം 10 മണിയാണ് നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഗോപ്രോയിലാണ്. പിന്നെ നൈറ്റ് വിഷൻ വളരെ ക്ലിയർ ആണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. ഗ്രെയിൻസ് വരും, അതൊക്കെ വീഡിയോന്റെ ഭാഗമാണ്. സോ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എവിടെ കഴിക്കാൻ പോണ? സാറൽ മന്തി അല്ലേ? അടച്ചിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ 11 മണിക്ക് അടയ്ക്കും, സാറിലോട്ട് പോകണം. സാറൽ മന്തി അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിക്കാം. ഇല്ലെങ്കിൽ പിന്നെ വേറെ ഒരു ഓപ്ഷൻ ആയിട്ട് എന്റെ മുന്നിലൊന്നുമില്ല, എന്റെ ഐഡിയ ഒന്നുമില്ല. ഒരു പക്ഷെ സാറൽ മന്തി അടച്ചേക്കുവാണെങ്കിൽ നമ്മൾ അവിടെ പോകും. സാറൽ മന്തി ഉണ്ട്, 11 മണി വരെ ഉണ്ട്. അത് 11 മണിക്ക് അടയ്ക്കും. അതാണ് അങ്ങോട്ട് പോയി നോക്കാം. ഇല്ലെങ്കിൽ എന്താന്ന് വീട്ടിൽ ചെല്ലുമ്പോ കഞ്ഞിയാണ്. ശരിയാ, വീട്ടിൽ ചെന്ന് ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ടായാലും കിടന്നു പറയാം. ഇല്ല, പുറത്തുനിന്നൊക്കെ മേടിച്ച് തിന്നിട്ടൊക്കെ പോയാൽ അവിടെ പോണ വഴിക്ക് ഇഷ്ടം പോലെ കടയൊക്കെ ആണെങ്കിൽ ദോശ കഴിക്കും. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വിളിച്ചോട്ടുന്നത്. പിന്നെ
അപ്പൊ ഇത്രയൊക്കെ നമുക്ക് ഈ ആട് 3-നെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിനെ കുറിച്ചും പറയാനുള്ളത്. വേറെ എന്തെങ്കിലും പറയാൻ മിസ്സായിട്ടുണ്ടോ? ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഞാൻ എന്റെ വ്ളോഗ് ചെയ്ത് തുടങ്ങിയിട്ട് ഇന്നേ വരെ ആയിട്ട് സിംഗിൾ ടേക്കില് അതായത് ഒറ്റ തവണ സിംഗിൾ ടേക്കില് എടുത്ത ഒരു വ്ളോഗാണിത്. കംപ്ലീറ്റ് ചെയ്യുന്ന വ്ളോഗാണിത്. അത് ഏകദേശം ഒരു 16-17 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ സാധാരണ നമ്മൾ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പം അത് എത്ര ആയിട്ടാ വരുന്നത്? 33-35 ആ ഒരു റേഞ്ച് വരത്തില്ല. 1 മണിക്കൂറൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അത് സിംഗിൾ ടേക്ക് അല്ലാതെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ 20 മിനിറ്റ് അടുപ്പിച്ചുള്ള ഒരു വ്ളോഗ് എന്റെ ചാനലിൽ ഇടാൻ പോകുന്നത്. അത് എനിക്ക് വളരെ സന്തോഷം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. ഓക്കെ ഗൈസ്, അപ്പൊ എനിവേ എല്ലാവർക്കും നമ്മളുടെ വക രാത്രി ആയതുകൊണ്ട് ഗുഡ് നൈറ്റ്. അതുപോലെ തന്നെ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടിരിക്കുക. എന്നാൽ ഞാൻ ഇനി മുതലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു നൈറ്റ് വിഷൻ കാര്യം കുറച്ച് പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ വോയിസിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കണ്ട. അതൊക്കെ ക്ലിയർ ആക്കും എങ്ങനെയെങ്കിലും. സോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നേരെ സാറൽ മന്തിയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഏകദേശം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മന്തി വാങ്ങിക്കാനായിട്ട് പോവാണ്. മന്തി ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. കാണുമായിരിക്കണം. കിട്ടൂസിന്റെ കോള എവിടെയാണ്? എടാ മന്തി കാണുമല്ലോ ഏറെ കുറെ. പിന്നെ കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് സാറൽ മന്തി പോയി മന്തി കഴിക്കാം. മന്തി ഇതാ കട. അവിടെ കയറുക, മന്തി ചോദിക്കുക, മന്തി എടുക്കുക, കഴിക്കുക. മന്തി ഇല്ലെങ്കിൽ വണ്ടി എടുക്കുക, വീട്ടിൽ പോവുക, കിടന്നുറങ്ങുക. അത്രേ ഉള്ളൂ ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറച്ച് ലേറ്റായി. മന്തി ഇല്ല. കുഴപ്പമില്ല, വേറെ കടകളുണ്ടല്ലോ, നമുക്ക് നോക്കാം. സാധാരണ ഇവിടെ ഇങ്ങനെ തീരുന്നതാണോ ചേട്ടാ? സാധാരണ ഇവിടെ ഇങ്ങനെ തീരുന്നതാണോ? ഇവിടെ ഇരുന്ന് ഇങ്ങനെ അപ്പോ നമ്മുടെ മന്തി പ്ലാൻ ഫെയിലായി. ഇനി തസാജിലും കൂടെ ഒന്ന് പോയി നോക്കുക. അവിടെ ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകും ഗൈസ്. അല്ല വേറെ പണിയില്ല ഗൈസ്. തസാജും അടച്ചതായിട്ടാണ് അറിവ്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇനിയിപ്പം വീട്ടിൽ പോവാ, അല്ലെങ്കിൽ അപ്പുചേട്ടൻ സ്പൈസിയിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇനി വീട്ടിൽ പോവാ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്പൈസിയിൽ നിന്ന് കഴിക്കാൻ പറ്റും. എനിവേ നമുക്ക് നോക്കാം. സി ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഗോപ്രോയും പിടിച്ചുകൊണ്ട് റോഡിൻ്റെ നടുക്കല്ല, സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഷൈ ആണ്. അയ്യോ, ഈ കടയുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ലൈറ്റിങ് കിട്ടത്തില്ല. സ്പൈസി വിളിച്ചിട്ട് സ്പൈസി കിട്ടിയില്ലെങ്കിൽ ആ പ്ലാന് ഫെയിലാവും ഗൈസ്. പിന്നെ നമ്മൾ കാറിൽ ഇരുന്ന് ഉള്ള സംസാരം മാത്രമേ കാണൂ ഗൈസ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതായത് നമ്മളെ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു 19 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 19.1 19.2 അങ്ങനെ എന്തോ കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടെ വരെ. നമ്മുടെ എത്ര 26 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടെ വരാനായിട്ട്. അങ്ങനെ നമ്മള് വന്നു. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോന്നു. വീട്ടിലോട്ട് പോണ വഴിയിൽ ഏതെങ്കിലും ഒരു നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറുന്നു, കഴിക്കുന്നു, വയറ് ഫില്ല് ചെയ്യുന്നു, വീട്ടിൽ പോണു, നല്ല രീതിയിൽ കിടന്നുറങ്ങുന്നു. പിന്നെ നാളെ രാവിലെ എണീച്ച് എനിക്ക് ആയൂര് വരണം. പ്രോജക്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് ആയൂര് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ ബൈ ദ ബൈ. സത്യം പറഞ്ഞാൽ ആട് 3 അടുത്ത് കുറേ പേര് പറഞ്ഞ് ബോറ് പടവുകയാണ്. ഏതായാലും ഞാൻ എൻ്റെ ഒപ്പീനിയൻ വെച്ച് കാണാൻ വന്നു. ചേട്ടനും അപ്പച്ചേട്ടനും കിട്ടൂസും കേട്ടല്ലോ, എല്ലാവരും അറൗണ്ട് അതായത് 5 to 8 ഇതിനിടയ്ക്കാണ് നമ്മളെയൊക്കെ റേറ്റിംഗ്. നമ്മളെ മീൻസ് ആട് 3ന്റെ നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നല്ല ഹോട്ടൽ ശില്പ
അത് വെജിറ്റേറിയൻ ബാറാ. എടാ നമ്മള് ബാർ കയറി കഴിച്ചാന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയായിരിക്കും. നമുക്ക് അടുത്ത മാസം തുടങ്ങുമ്പോഴൊക്കെ പോടാ, അപ്പൊ സാലറി ഇട്ടൂടാ. ഇപ്പൊ 21 ഞാൻ ഇനിയിപ്പോ അമ്മമാരെ കാല് പിടിക്കണം തിരിച്ചു പോണമെങ്കിൽ. സത്യത്തിൽ ഈ ഷാപ്പിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലാണ് കേട്ടോ. വെറുതെ ഇല്ല, കഴിച്ചിട്ടില്ല. ഷാപ്പിലെ ഫുഡ് എന്തുകൊണ്ടാണ് കിടിലോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുടിക്കത്തില്ല, പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലുള്ള ആരും വെള്ളം അടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, കൂള് വയ്ക്കത്തില്ല, കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ ഇപ്പോഴേ. അപ്പം ഈ ഷാപ്പിലെ ഫുഡ് എന്തുകൊണ്ടാണ് കിടിലം ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, കള്ള് കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ലൈക്ക് എന്തെങ്കിലും കുടിക്കുമ്പോഴത്തേക്ക് ലൈക്ക് സ്റ്റിമുലേറ്റഡ് ആവും, വിശക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവിടുത്തെ ഫുഡ് കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ അമ്മന് മുളക് അരച്ച് കലക്കിയാണ് കൊടുക്കുന്നത്. അതൊക്കെ അടിച്ച് കയറ്റിയ പിറ്റേന്നാകുമ്പോഴത്തേക്ക് ഗായ്സ് അങ്ങനെ കറങ്ങി നിലമേ വരെ എത്തിയിട്ടും നമുക്ക് ഇതുവരെ കഴിക്കാനുള്ള ഒരു ഏരിയ ഇതുവരെയും കണ്ടില്ല. നമ്മൾ എത്ര കട നോക്കി? 1, 2, 3 നോക്കി. 3 1.5 പിന്നെ 1.5 വരെ ഉണ്ടെങ്കിൽ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് നൈസിന് അവർ ഉറങ്ങിയിട്ട് ഞാനിങ്ങനെ മെസ്സേജ് ഇടും, അച്ഛൻ പുറത്ത് പോകണം. എന്നിട്ട് ഞാൻ മറ്റേ ഈ കാറിന്റെ ഈ നമ്മളെ സുസുക്കിയിലെ എല്ലാത്തിന്റെയും ചാവില് മറ്റേ സൗണ്ട് കേൾക്കാതെ ലോക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം രണ്ടും കൂടെ ആദ്യം ഒന്നിച്ച് ഞെക്കണം. എന്നിട്ട് ലോക്ക് അടിച്ചാൽ മറ്റേ ഈ കുക്കു സൗണ്ട് കേൾക്കൂല. ഞാൻ അങ്ങനെ ഇത് തുറന്ന് വയ്യ എടുത്തോണ്ട് പിന്നെ സുസുക്കി ആയിട്ട് സൗണ്ടും കേൾക്കൂല. അപ്പോ എല്ലാ വണ്ടിയിലും അങ്ങനെയല്ലേ? അല്ല, വോക്സ്വാഗണിന്റെ അങ്ങനെയൊന്നുമില്ല. വോക്സ്വാഗണിലൊക്കെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടോ അതിന്റെ കീഴിൽ തന്നെ. മറ്റേ 2 കീ കൂടെ ഞെക്കി പിടിച്ച മറ്റേ ഓട്ടോമാറ്റിക് മറ്റേ വിൻഡോ അടയുന്ന സാധനം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഓരോ കമ്പനിക്ക് ഓരോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഹൂണ്ടായി ഇപ്പൊ നോക്കുന്നത് ഡ്രൈവിങ്ങിന്റെ കംഫർട്ട്നെസ് ആണ്. ഹുണ്ടായി കംഫർട്ട് ഒന്നുമില്ല. ഹുണ്ടായി ബേസിക്കലി എന്താണ് മറ്റേ കാറല്ല, അവര് മൊബൈൽ ഫോണാണ് ഇറക്കുന്നത്. ടെക്നോളജിയാണ്. അതായത് ഞാൻ മറ്റേ കിട്ടൂസിന്റെ തന്നെ എക്സ്റ്റർ ഓടിച്ചു നോക്കിയപ്പോഴേ അതിന്റെ മറ്റേ നമ്മൾ സാധാരണ ഈ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഹാൻഡിലിങ് ഇച്ചിരി ലൂസ് ആവത്തുള്ളൂ. അങ്ങനെയല്ലടാ ഇത്തു. പിന്നെ പവർ സ്റ്റിയറിംഗ് കട്ടാവുന്ന 40 കഴിയുമ്പോൾ എല്ലാ വണ്ടിക്കും കട്ടാവും. പക്ഷെ എക്സ്റ്റർ നമ്മള് എടുക്കുമ്പോ തൊട്ടേ അങ്ങനെയല്ലേ? എക്സ്റ്റർ നമ്മള് ഇല്ല കാര്യം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബാലൻസ് കിട്ടില്ല. പിന്നെ വോക്സ്വാഗണിന്റെ വണ്ടികളെന്ന് പറയുമ്പോൾ 120 കഴിയുമ്പോൾ കുറച്ചുകൂടെ ഹാർഡ് ആവും, കാരണം സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. അതിനിപ്പോ എനിക്ക് തോന്നിയതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ നല്ല ക്ലീൻ വണ്ടി. എനിക്ക് ബ്രസ്സ ഓടിച്ചിട്ട് അത് ഓടിച്ചപ്പോ ഇച്ചിരി സ്റ്റിയറിങ് നല്ല ഇതായിട്ട് തോന്നി. ഒരു പക്ഷെ എന്റെ തോന്നലായിരിക്കാം. ഗൈസ് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും, വ്ലോഗ് എൻഡ് ചെയ്യുവാണ് ഗൈസ്. കാരണം ഇനി ഒരു വഴിയില്ല, ഓൺലി SFCയിലാണെങ്കിൽ ശരിയാവത്തില്ല. ഇതില് കോക്കീസ് ഫ്രൈഡ് ചിക്കൻ അങ്ങനെയൊക്കെ തന്നെ വായിക്കുന്നത്. പയ്യടെ താളന്ന് വീട്ടിൽ പോവാം. ഇപ്പൊ മറ്റേ ഗ്യാസ് ക്ഷാമമായോണ്ടേ കടകൾ നേരെ എനിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മളവിടെ നിന്ന് ആപ്പാടെ 4 ലേസും ഒരു പെപ്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിച്ചോളൂ, കഴിച്ചോളൂ. ഈ ബോർഡ് കത്തി വെച്ചിട്ടില്ല, അതാ ഡൗട്ടായത്. അയ്യോ ഇത് കുഴിയായിരുന്നു ഇപ്പൊ വീണ. ഇത് ചെയ്യാനാന്ന് നോക്കിയ അവസ്ഥയെ, മനുഷ്യൻ്റെ ഒരു അവസ്ഥ. വീട്ടിൽ പോകാൻ കഞ്ഞി വല്ലതും കുടിക്കാം, അതേ അടക്കും. ഇത് ചെയ്യാനാന്ന് നോക്കിയ അവസ്ഥയെ, മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഒരുപാട് വന്നു. എന്നാലും എത്ര രൂപ കൂടാ ഗൈസ്? ഇതിപ്പോ നമ്മള് 4 കട നോക്കി. ഇനിയിപ്പൊ 5ാമത്തെ കടയിലോട്ട് പോവുകയാണ്. ഇനി അടുത്ത ഏത് കടയാണ് ഏട്ടാ നോക്കുന്ന? ഗൈസ്
സീറ്റിംഗ് ചേഞ്ച് ചെയ്തു. ഇവിടെ ആയിരുന്നു ഞാൻ ഇരുന്നത്. ദൈവമേ, ആരാം പണ്ട് തൊട്ടേ ഉള്ള കടയാണെങ്കിലും ഇതിൻ്റെ അകത്ത് ആര് ഇരിക്കുന്നുണ്ട്. ആരാം പണ്ട് തൊട്ടേ ഉള്ള കടയാണ്. അപ്പം ചിലപ്പോൾ രാത്രി കാണാൻ ചാൻസ് കൂടുതലാണ്. ഉണ്ടെന്നല്ല, ചാൻസ് കൂടുതലാണ്. ഏതായാലും വ്ലോഗ് ഇപ്പോഴേ എൻഡ് ചെയ്യാം ഗൈസ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചോറ് കഴിച്ച് റെഡി ആവട്ടെ ഗൈസ്. എനിവേ, ഇന്നത്തെ വ്ലോഗ് നമ്മൾ എൻഡ് ചെയ്യുവാണ്. അടുത്ത വ്ലോഗ് വരെ കാണുന്നേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഗൈസ്.